ഹായ് ഓൾ, ചാറ്റ് വിത്ത് TSPയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മീതു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം മൂവ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. നിഫ്റ്റിയുടെ കേസിന് നല്ലൊരു ഫോൾ തന്നെയായിരുന്നു. ഒരു 300 പോയിന്റോളം നിഫ്റ്റി ഫോളായി. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഒരു 500 പോയിന്റ്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. എങ്കിലും അത്യാവശ്യം മൂവ്മെന്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ട്രേഡ്സും എടുക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 2 ട്രേഡ് എടുത്തു. നിഫ്റ്റിയിൽ ഒരു 3 ട്രേഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിഫ്റ്റിയിൽ നമുക്ക് ഒരു SL ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് എവിടെയായിരുന്നു എന്നും നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ എവിടെയൊക്കെയാണെന്നും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ആദ്യം ബാങ്ക് നിഫ്റ്റിയിലെ കേസ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 2 എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് അപ്സൈഡ് എൻട്രി, മറ്റൊന്ന് ഡൗൺ സൈഡ് എൻട്രി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലെ ഒരു സ്കാൽപ്പിംഗ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെയായിരുന്നു ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൊമെന്റം ക്യാച്ച് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് ആയി. പക്ഷെ അതും നല്ലൊരു മൊമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ SL കുറച്ച് കൂടുതലായിരുന്നു. ഓക്കെ, ഈ ഒരു എൻട്രിയിലും നല്ല മൊമെന്റ് കിട്ടി. ഇത് 1:2 കിട്ടി. ഇതിലൊരു 1:3 അടുപ്പിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്കാൽപ്പിംഗ് എൻട്രീസ് ആയിരുന്നു. പ്രോപ്പർ മെത്തേഡൊന്നും ആയിരുന്നില്ല. പക്ഷേ നമ്മുടെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള ഒരു എൻട്രി, ഈ ഒരു ഏരിയയിലെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമായിരുന്നു ഈ ഒരു ട്രേഡ്. അതുപോലെ ഈ ഒരു ലോ, ഇന്നത്തെ ലോ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെന്റാണ് നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ റിസ്കി എൻട്രീസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ സ്കാൽപ്പിംഗ് മെത്തേഡിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റിയാണ് നമ്മൾ രാവിലെ തന്നെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ, സെല്ലിംഗ് സോൺ മാർക്ക് ചെയ്തിട്ട് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ മാർക്കറ്റ് ഫോൾ ആവുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ഡൗൺ സൈഡ് എൻട്രിയിലാണ് നമുക്ക് SL അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ മറ്റൊരു മെത്തേഡിൽ നമ്മൾ ഈ ഒരു SL റിക്കവർ ചെയ്തു പ്രോഫിറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിലൊരു 1:3 ആയിരുന്നു. ഇതിൽ 12 പോയിന്റ് ആയിരുന്നു നമ്മുടെ SL. അതിൽ പ്രീമിയത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു 7-8 പോയിന്റ് SL ആയിരുന്നു. ഇത് അത്യാവശ്യം മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ട്രേഡിൽ നമ്മൾ ആ ഒരു SL റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പ്രോപ്പർ എൻട്രി മെത്തേഡ് തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നല്ലൊരു ഫോൾ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു ലോ വരെയാണ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. 1:5 നമുക്ക് ടാർഗറ്റ് വന്നു. അപ്പോൾ ഈ ഒരു നിഫ്റ്റിയുടെ എൻട്രി നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ഗ്രൂപ്പ്, നമ്മുടെ വർക്ക്ഷോപ്പ് മെമ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ട്രേഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓൾറെഡി അതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തുള്ള ഒത്തിരി പേര് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ സന്തോഷം. ഇതാണ് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിസ്കി എൻട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ ഇമ്പോർട്ടൻറ്റ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷവും നല്ലൊരു ഹെവി ഫോൾ തന്നെയായിരുന്നു നിഫ്റ്റിയിലായാലും. ബാങ്ക് നിഫ്റ്റി പക്ഷെ ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു. മാർക്കറ്റ് ചെറിയൊരു ഫോൾ തന്നു ഇവിടെ, പക്ഷെ എങ്കിലും ആ ഒരു റേഞ്ചിലായിരുന്നു. കുറച്ചധികം നേരം കൺസോൾട്ടേഷനും ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷെ നിഫ്റ്റി നല്ലൊരു ഫോൾ തന്നെയായിരുന്നു. ഒരു ബാരിസ്റ്റേഴ്സ് ആയിരുന്നു നിഫ്റ്റി കൂടുതലും കാണിക്കുന്നുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓൺ ഡേ ടൈം ഫ്രെയിം കൂടെ ഒന്ന് നോക്കാം. അധികം മാറ്റമൊന്നും ഇല്ല നിഫ്റ്റിയുടെ കേസിൽ. ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു ബുള്ളിഷ് ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തില്ല. പക്ഷെ എങ്കിലും ആ ഒരു ബാരിഷ്നെസ് ആണ് നിഫ്റ്റിയിൽ കാണിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും സെയിം തന്നെയാണ്. ഇന്നും ഒരു ബാരിഷ്നെസ് ആയിരുന്നു മാർക്കറ്റിൽ. ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് സോൺ മാർക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു OBs ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ. മുന്നേ ഉണ്ടാക്കിയ OBs ഒക്കെ ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയുടെ കേസ് നോക്കാം. നിഫ്റ്റിയുടെ കേസിൽ നോക്കുവാണെങ്കിൽ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്. ഞാനൊന്ന് പറയാം. 21,787 അതുപോലെ 21,745. അതിനുള്ളിൽ ചെറിയ 2 സോൺ പറയുവാണെങ്കിൽ 21,786 അതുപോലെ 21,772. മറ്റൊന്ന് 21,768 അതുപോലെ 21,757. അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നാളെ അവിടെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊരു ഫ്രീ ടെലഗ്രാം ചാനലാണ്. അതിൽ നമ്മുടെ വ്യൂസും അതുപോലെ തന്നെ അപ്ഡേറ്റ്സും ഒക്കെ ഇടാറുണ്ട്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. ഇനി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഡേറ്റ ബാരിഷ് തന്നെയാണ്. ഡേറ്റയ്ക്ക് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. മാർക്കറ്റ് ഡേറ്റ ബേസ് ബാരിഷ് ആണ്. SMC ആയാലും ഒരു ബാരിഷ്നെസ് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാമെങ്കിലും. ഓക്കെ, ഇന്ന് നോക്കുമ്പോൾ ഒരു ബാരിഷ്നെസ് ആണ് മാർക്കറ്റിൽ വീണ്ടും വന്നേക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കിയാൽ ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ടായിരുന്നു. നാളത്തെ മാർക്കറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്